അപ്പോ നമ്മളുടെ നാടകം തുടങ്ങുകയാണ്. നാടകത്തിന്റെ പേര് PM ശ്രീ. എന്താണ് PM ശ്രീ? ഒന്നും അറിയില്ല, ഞാൻ രാവിലെ അല്ല, ഒപ്പിട്ടെന്ന് കേട്ടു. എനിക്കറിയില്ല. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി സാറായിരുന്നില്ലേ? അതിനെപ്പറ്റി ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്താ ചർച്ച നടന്നത് അങ്ങനെ ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നില്ല. സാർ അറിഞ്ഞില്ലേ? അപ്പോ സോറി കേട്ടോ, സാറിന് കുറച്ച് സമയം കൊടുക്കണം. സാർ ഒന്ന് പഠിച്ചിട്ട് വരട്ടെ. നമുക്ക് പഠിച്ച കാരണവരോട് ചോദിച്ചാലോ? താങ്കൾ അറിഞ്ഞോ ആവോ PM ശ്രീയെ കുറിച്ച്? അപ്പോ ഒപ്പിട്ടത് എന്തിനായിരുന്നു? ഒപ്പിട്ടത് മാത്രല്ല, ഒരു ഉപസമിതിയെ നിയോഗിച്ചെന്നും കേട്ടു. നിങ്ങൾ എന്തിനാണ് ഇപ്പം PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ തൃപ്തിപ്പെടുന്നത്? PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട കാര്യം ഇപ്പൊ ഇല്ലാലോ, ഇപ്പൊ നടപ്പാകുന്നില്ലാലോ. ശരി, അപ്പോ പൈസ കിട്ടിയെന്ന് കേട്ടു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് PM ശ്രീ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു താൽക്കാലികമായ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി. അപ്പൊ ഈ PM ശ്രീയിൽ ഒപ്പിട്ടാൽ SSK ഫണ്ട് കിട്ടുമോ? അതെന്ത് പരിപാടി? ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. അത് വസ്തുതാ വിരുദ്ധമാണ്, കള്ളമാണ്. അപ്പൊ ശരിക്കും ഒപ്പിട്ടത് എന്തിനായിരുന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ട പദ്ധതി അല്ല എന്നാണ് മറുപടി. അതാണ്, നടപ്പാക്കാൻ വേണ്ടി ഒപ്പിട്ടതല്ല. നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം പോട്ടെ, നമുക്ക് അറബിക്കടലിൽ എറിയെന്ന് പറഞ്ഞ ആളോട് തന്നെ ചോദിക്കാം. കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും ഉറപ്പായിട്ടും. അല്ലല്ല, ഇതല്ല, കറണ്ട് സിറ്റുവേഷനിലേക്ക് വാ. കറണ്ട് സിറ്റുവേഷൻ, ട്രാക്ക് മാറ്റ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. അല്ല, അപ്പോ അറബിക്കടലിൽ എറിഞ്ഞില്ലേ? അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി അറബിക്കടൽ വറ്റിപ്പോയോ? അറബിക്കടലിലെങ്കിൽ നമുക്ക് ചവറ്റുകുട്ട നോക്കാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അല്ല, അപ്പൊ ഇനി എന്താ ചെയ്യാ? ഈ ഒപ്പ് മായ്ക്കാൻ പറ്റുമോ? നിലവില് ഒപ്പിട്ട സ്ഥിതിയാണ്, ഫണ്ട് വാങ്ങിയ സ്ഥിതിയുമാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതാണ്. അപ്പൊ ആരായി ശശി? അല്ല, PM ശ്രീ വഴി സമഗ്രമാറ്റം കൊണ്ടുവരുമെന്ന് 2024 LDF പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. അതറിഞ്ഞോ ആവോ? PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞു വെച്ചു. അല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. CM പറഞ്ഞു ഫണ്ട് വാങ്ങിച്ചെന്ന്. നിങ്ങൾ പറയുന്നു SSK ഫണ്ടാണെന്ന്. ശരിക്കും നിങ്ങൾ തമ്മിൽ ഒരു ധാരണ എത്തുമോ? ഒരു ദിവസം വന്ന് പിറ്റേന്ന് ഇദ്ദേഹം ചോദിക്കുന്ന അറബിക്കടലിൽ ഇറങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചാൽ ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ ഇറങ്ങിയില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടെടുക്കുക, പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? ദേ കിടക്കുന്നു, ഞാൻ പോന്ന എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ?